മോനെ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇന്നലെ രാത്രി നമ്മള് 2 മണിക്ക് എവിടെയാണ്? മൈസൂര് കൂർഗിലാണ്. അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഒരു പോള കണ്ണടക്കാതെ വളാഞ്ചേരിയിൽ എത്തിയപ്പോൾ ടൈം എത്രയായി? 8 മണിയായി ഇല്ലേ? അപ്പൊ നമ്മളൊരു വണ്ടി ഇന്ന് ഉച്ചക്ക് ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു 2 മണിക്ക് വണ്ടി ഏൽപ്പിച്ച് നമ്മൾ 2 മണി കഴിഞ്ഞ് നമ്മൾ 2:30ക്കാണ് നമ്മളിവിടെ എത്തിയത്. 2:45 എത്തിയത്. ആ 2:45 വന്നിട്ടും ഇപ്പൊ ടൈം എന്താന്ന് പറഞ്ഞാൽ 4:30 മണി. അപ്പൊ ഈ 2 മണിക്ക് നിങ്ങൾക്ക് 4:30 മണിക്ക് പോവാനുള്ള ആൾക്കാർ അല്ലെങ്കിൽ 5 മണിക്ക് പോവാനുള്ള ആൾക്കാർ നിങ്ങൾ 2 മണിക്ക് തന്നെ വരണമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ല, ആ ഒരു വണ്ടിക്കാര് ഒരു വണ്ടിക്കാര് അങ്ങനെ ബുദ്ധിമുട്ടിക്കായിരിക്കും. ഒറ്റ ഒരാള് നിങ്ങൾക്ക് പോവാനുള്ളതിന് ഒരു 10 മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ ആ മക്കളെ അങ്ങോട്ട് പോരി, അവിടെ ഇത്ര ടൈമിൽ എത്തിയാൽ മതി. അതൊരു കറക്റ്റാണ്. ഇത് വെറുതെ 3-4 മണിക്കൂർ നമ്മളെ വീട്ടിൽ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരെ വിളിച്ച് ഇവിടെ കൊടുന്ന് ഇരുത്തലാണ്. കാരണം അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടത്. നമ്മളെ എവിടുന്നാണ് ഓടി വരുന്നത് എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. അതിലതിന്റെ സത്യം. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആരെ വിളിക്കുകയാണെങ്കിലും അല്ലേ 3 മണിക്കൂറും 4 മണിക്കൂറും ആൾക്കാരെ വെറുതെ ഉറക്കം വലിയ പ്രശ്നമല്ലേ? അല്ല, അപ്പൊ ഇവര് പറയുന്നത് നിങ്ങൾ വീടുന്ന് ഉറങ്ങിക്കോളി വരില്ല, അങ്ങനെയല്ല പറയുന്നത്. അത് അവസ്ഥകള് അറിയണവർക്ക് മനസ്സിലാവും കറക്റ്റ് ആണോ അല്ല. ഞാൻ പറഞ്ഞു വീട്ടിൽ പോവുക അല്ലെങ്കിൽ അത് നല്ലപോലെ ഫ്രഷ് ആവാൻ വേണ്ടി നേരെ ചാടി എടുത്താണ്ട് വന്നത് വണ്ടി അപ്പൊ അത് വലിയ ഉപകാരമാണ്. അങ്ങനെ വണ്ടികൾ വിളിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ബസ്സുകാര് അല്ലെങ്കിൽ ഏത് വണ്ടി ആയിക്കോട്ടെ, ആരപ്പോ നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ വണ്ടി കൊടുന്നിടാം. ഇതിപ്പോ 4:45 ഇനി പുതിയാപ്പിള ഇറങ്ങി ടൈം ഇഷ്ടം പോലെ എടുക്കും.